അതുകൊണ്ട് തന്നെ ഓരോ നിമിഷവും അദ്ദേഹം അപ്ഡേറ്റ് ചെയ്യുകയും ഇത്ര ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്ന വലിയ ആത്മവിശ്വാസം അത് കൊട്ടിക്കലാശത്തിൻ്റെ സമയത്ത് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചയാളാണ്. ഒപ്പം എൻ്റയർ UDF ലീഡർഷിപ്പ്, ബഹുമാനപ്പെട്ട DCC പ്രസിഡന്റ്, അതുപോലെ തന്നെ ശ്രീ ബഷീർ ചാ ഉൾപ്പെടെയുള്ള ശ്രീ രാജേന്ദ്രൻ വക്കീൽ അടക്കമുള്ള UDFൻ്റെ നേതൃത്വം, ആ നേതൃത്വം ഒറ്റക്കെട്ടായി ടീം UDF ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തു. തൃക്കരിപ്പൂരിലെ ഈ ഉജ്ജ്വല വിജയത്തിന് പുറകിൽ ആ UDFൻ്റെ ഈ കൂട്ടായ നേതൃത്വത്തിൻ്റെ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP നൽകിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഈ വിജയം സാധ്യമായത്. ഒപ്പം AICC ലീഡർഷിപ്പ്, KPC ലീഡർഷിപ്പ്, ഒപ്പം മുസ്ലിം ലീഗിൻ്റെ ലീഡർഷിപ്പ്, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഞാനിവിടെ സ്ഥാനാർത്ഥിയായ നിമിഷം തന്നെ അദ്ദേഹം പാണക്കാട് വെച്ച് പ്രഖ്യാപിച്ചത് ഇത് സന്ദീപ് കേവലം ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മാത്രമല്ല, മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥി കൂടിയാണ്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി കൂടിയാണെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല അവരിവിടെ നേരിട്ട് വരികയും അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ഈ പ്രചരണത്തിൽ ലഭിക്കുകയും ചെയ്തു. വലിയ ഭാഗ്യമായിട്ട് കരുതിയാണ്. ഒപ്പം തന്നെ കേരളത്തിലെ മതസാമൂഹിക രംഗങ്ങളിലെ എല്ലാ വിഭാഗം ആചാര്യന്മാരും നേതാക്കളും നേതൃത്വവും തൃക്കരിപ്പൂരിൽ UDF വിജയിക്കണമെന്ന നിലപാട് സ്വീകരിച്ചു. അങ്ങനെയുള്ളൊരു വലിയ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. സമസ്ത വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ലഭിച്ചു എന്നാണ് ആ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ മാത്രമോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള വോട്ടിംഗ് മാത്രമല്ല, ഈ നിയോജകമണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും എല്ലാ വിഭാഗം ജനങ്ങളിൽ നിന്നും ഒരു പിന്തുണ ലഭിച്ചു. ഒരുപക്ഷെ ഈ കള്ളവോട്ടിൻ്റെ വലിയ തോതിലുള്ള കള്ളവോട്ട് കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഇതിലും എത്രയോ ഇരട്ടിയാകേണ്ടതായിരുന്നു. പക്ഷേ എന്നാൽ പോലും ആ കള്ളവോട്ടിനെയും മറികടന്നുകൊണ്ട് ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്, തൃക്കരിപ്പൂരിൽ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ ഈ ഇലക്ഷൻ്റെ സമയത്ത് നൽകിയിട്ടുള്ള കുറേ വാഗ്ദാനങ്ങളുണ്ട്. അത് പാലിക്കുക എന്നുള്ളതും 60 വർഷമായി തുടരുന്ന പിന്നോക്കാവസ്ഥ പരിഹരിക്കാൻ ബഹുമാനപ്പെട്ട MP-യുമായി അദ്ദേഹത്തിൻ്റെ ടീമിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളതുമായിരിക്കും ഞാൻ ചെയ്യുക. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. ആ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവും. ഒപ്പം എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ VPP മുസ്തഫ ഉൾപ്പെടെയുള്ളവരുടെ സഹകരണത്തോടു കൂടി തന്നെ ഈ നിയോജകമണ്ഡലത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ഒറ്റക്കെട്ടായി ഇൻക്ലൂസീവായി കൊണ്ടുപോയിട്ടുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും തൃക്കരിപ്പൂരിലെ ജനങ്ങൾക്ക് ഒരു MLA എന്താണെന്ന് അനുഭവഭേദ്യമാക്കി കൊടുക്കുന്ന രീതിയിൽ 5 വർഷം പ്രവർത്തിക്കാനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഒരു കാരണവശാലും ഒരു MLA കാണാൻ ഇനി മുതൽ അവർക്ക് ആരുടെയും റെക്കമെൻഡേഷൻ ലെറ്ററിൻ്റെയോ അല്ലെങ്കിൽ പിന്തുണയുടെയോ ആവശ്യം ഉണ്ടായിരിക്കില്ല. തൃക്കരിപ്പൂരിലെ ഏതൊരു ജനത്തിനും ഏതൊരാൾക്കും ഏത് സമയത്തും ബന്ധപ്പെടാവുന്ന, ഏത് സമയത്തും വിളിക്കാവുന്ന ഒരു ജനപ്രതിനിധിയായി അവർക്കിടയിൽ തീർച്ചയായിട്ടും ഉണ്ടാകും. അതിന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ MP പോലെയുള്ള എത്രയോ ഉദാഹരണങ്ങൾ ഞങ്ങളുടെ പാർട്ടിയിലും മുന്നണിയിലുമുണ്ട്.